ഇന്നും നമുക്ക് സംസാരിച്ച് പഠിക്കാം. ഇന്ന് ഓഫീസിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇന്നലെ എന്തൊരു തിരക്കായിരുന്നു, ഇന്ന് കുറച്ച് ആശ്വാസം കാണുന്നുണ്ട്. എങ്ങനെ പറയും? വാട്ട് വാസ് എ ബിസി ഡേ യെസ്റ്റർഡേ സീംസ് ടു ബി എ ബിറ്റ് ഓഫ് എ റിലീഫ് ടുഡേ. എങ്ങനെ പറയണം? വാട്ട് വാസ് എ ബിസി ഡേ യെസ്റ്റർഡേ സീംസ് ടു ബി എ ബിറ്റ് ഓഫ് എ റിലീഫ് ടുഡേ. ഇന്ന് കുറച്ച് റിലീഫ് കാണുന്നുണ്ട്. സീംസ് ടു ബിയുടെ ഒക്കെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് തന്നതാണ്. ഇനി അറിയത്തില്ലാത്തവർക്കുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് പഠിച്ചു നോക്കൂ കേട്ടോ. തോന്നുന്നു, കാണപ്പെടുന്നു എന്നൊക്കെ പറയാനാണ് സീംസ് ടു ബി. എങ്ങനെ പറയണം? വാട്ട് വാസ് എ ബിസി ഡേ യെസ്റ്റർഡേ സീംസ് ടു ബി എ ബിറ്റ് ഓഫ് എ റിലീഫ് ടുഡേ. എങ്ങനെയാണ് പറയേണ്ടത്? ഇന്നലെ എന്തൊരു തിരക്കായിരുന്നു, ഇന്ന് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. എങ്ങനെ പറയും? വാട്ട് വാസ് എ ബിസി ഡേ യെസ്റ്റർഡേ സീംസ് ടു ബി a relief today. പഠിച്ചോ നിങ്ങള്? What was a busy day yesterday seems to be a bit of a relief today. പഠിച്ചല്ലോ? ഒന്നും കൂടെ. Yesterday seems to be a today. ഇന്ന് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്, നാളെ ലീവാണ്, പക്ഷെ ഞാൻ നാളെ ഓഫീസിൽ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയണം? I have some work balance. Tomorrow is holiday, but I am coming to the office. I have some work balance. എനിക്ക് കുറച്ച് വർക്ക് ബാലൻസ് ഉണ്ട്. Tomorrow is holiday. നാളെ ഹോളിഡേ ആണ്, പക്ഷേ but I am coming to the office. ഞാൻ ഓഫീസിൽ വരുന്നുണ്ട്. എങ്ങനെ പറയണം? I have some work balance. Tomorrow is holiday, but coming to the office. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചതെന്നും നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അറിയില്ലെങ്കിൽ നമ്മുടെ ടെൻസിന്റെ ഭാഗം ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാം. അപ്പൊ പറയൂ, നാളെ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്, നാളെ ഹോളിഡേ ആണ്, പക്ഷെ ഞാൻ ഓഫീസിൽ വരുന്നുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് എ ബാലൻസ്. ടുമോറോ ഹോളിഡേ, ബട്ട് ഐ ആം കമ്മിങ് ടു ദ ഓഫീസ്. എങ്ങനെ പറയും? ഐ ഹാവ് സം വർക്ക് ബാലൻസ്. ടുമോറോ ഈസ് ഹോളിഡേ, കമ്മിങ് ടു ദ ഓഫീസ്. ഓഫീസിലോട്ട് വരുന്നുണ്ട്. ഇനി വേറെ ഒന്ന്. അപ്പൊ നമ്മൾ പറയും, അപ്പൊ ആ ആള് ചോദിക്കും, എത്ര ദിവസം ഉണ്ട് നിനക്ക് ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ? ഇനി എത്ര ദിവസം ഉണ്ട് അല്ലെ? എത്ര ദിവസം നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്യാനായിരിക്കും വരിക. അപ്പൊ ചോദിക്കുകയാണ്, എത്ര ദിവസം ഇനി നിനക്ക് പ്രൊജക്ട് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്? ഹൗ മെനി ഡേയ്സ് ആർ ലെഫ്റ്റ് ഫോർ യു ടു സബ്മിറ്റ് ദ പ്രൊജക്ട്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹൗ മെനി ഡേയ്സ് are left for you to submit the project. എങ്ങനെ ചോദിക്കണം? How many days are left for you to submit the project? എങ്ങനെ ചോദിക്കണം? To submit the project. How many days are left for you to submit the project? എങ്ങനെ ചോദിക്കണം? To submit the project. How many days are left for you to submit the project? സബ്മിറ്റ് ചെയ്യാൻ ഇനി എത്ര ദിവസം നിനക്ക് ബാക്കിയുണ്ട്? അപ്പൊ പറയാണ്, only 3 days. ഒരു 3 ദിവസം മാത്രം. only 3 days. അപ്പൊ പറയും, കുറച്ചു നേരം കൂടുതൽ നേരം ജോലി ചെയ്താൽ മതി. അത് മതി എന്ന് നമ്മൾ പറയില്ലേ? കുറച്ച് കൂടുതൽ നേരം ജോലി ചെയ്താൽ മതി എന്നെങ്ങനെ പറയും? ഇഫ് യു ഡു ഇറ്റ് ടു മച്ച് ഫോർ എ വൈൽ. ഇഫ് യു ഡു ഇറ്റ് ടു മച്ച് ഫോർ എ വൈൽ, ദാറ്റ്സ് ഇനഫ്. അത് മതി. ഇത് നീ കുറച്ച് കൂടുതൽ നേരം ചെയ്താൽ മതി. ഇഫ് യു ഡു ഇറ്റ് ടു മച്ച് ഫോർ എ വൈൽ, ദാറ്റ്സ് ഇനഫ്. എങ്ങനെ പറയണം? If you do it for a while, that's enough. അത് മതി. കുറച്ചേറെ നേരം നീ ഒന്ന് ജോലി ചെയ്താൽ അത് മതി. If you do it too much for a while, that's enough. If you do it, ഇത് നമുക്ക് പല രീതിയിൽ പല സ്ഥലത്തും സംസാരിക്കാൻ പറ്റും അല്ലേ? If you do it too much for a while, that's enough. If you do it too much for a while, that's enough. മതി അല്ലെ? അങ്ങനെ കുറച്ചേറെ നേരം നീ ജോലി ചെയ്താൽ അത് തീരാവുന്നതേ ഉള്ളൂ, അത് മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും, ബോസ് എനിക്ക് ഒരു ജോലി കൂടി തന്നിട്ടുണ്ട്. എങ്ങനെ പറയും? പക്ഷേ the boss has given one more work today. ഇന്ന് എനിക്ക് ഒരു ജോലി കൂടി, ഒരു വർക്കും കൂടെ തന്നിട്ടുണ്ട്. The boss has given one more work today. പക്ഷേ but the boss has given one more work today. ഇന്നൊരു ജോലി കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 5 PM ടുഡേ. അത് ഇന്ന് 5 മണിക്കുള്ളിൽ, ബൈ 5 PM ടുഡേ, 5 മണിക്കുള്ളിൽ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് by 5 PM today.
അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? ബോസ് ഒരു വർക്കും കൂടെ തന്നിട്ടുണ്ട്. ദ ബോസ് ഹാസ് ഗീവൺ വൺ മോർ വർക്ക് ടുഡേ. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 5 PM ടുഡേ. ഇന്ന് 5 മണിക്കുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പൊ എന്താണ്? ബോസ് എനിക്ക് ഒരു വർക്കും കൂടി ഇന്ന് തന്നിട്ടുണ്ട്. ഇന്ന് 5 മണിക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ദ ബോസ് ഹാസ് ഗീവൺ, തന്നിട്ടുണ്ട് എന്ത്? വൺ മോർ വർക്ക് ടുഡേ. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 5 PM ടുഡേ. അപ്പൊ ഇനി എന്ത് പറയണം? ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒന്നും കൂടെ പറയൂ. ദ ബോസ് ഹാസ് ഗീവൺ വൺ മോർ വർക്ക് ടുഡേ. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 5 PM ടുഡേ. ദെൻ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഒന്നും കൂടെ നിങ്ങൾ പറയൂ. ബോസ് വർക്ക് തന്നിട്ടുണ്ട്. ഇന്ന് 5 മണിക്കുള്ളിൽ അത് ചെയ്തു തീർക്കണം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പറഞ്ഞല്ലോ നിങ്ങൾ. ദ ബോസ് ഹാസ് ഗീവൺ വൺ മോർ വർക്ക് ടുഡേ. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 5 PM ടുഡേ ഈവനിങ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ പല സാഹചര്യത്തിലും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ചു നേരം നിന്നെ സഹായിക്കാം. Let us do one thing. Let us do one thing. നമുക്കൊരു കാര്യം ചെയ്യാം. Now let me help you for a while. Let us do one thing. നമുക്കൊരു കാര്യം ചെയ്യാം. Now let me help you for a while. ഞാൻ കുറച്ചു നേരം നിന്നെ സഹായിക്കാം. Now let me help you for a while. Let us do one thing. Now let me help you for a while. ഞാൻ നിന്നെ കുറച്ചു നേരം സഹായിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് നമ്മളിപ്പോ പഠിച്ചത്? എന്താണ്? ഞാൻ ഇനി മലയാളം പറയാം, നിങ്ങൾ എൻ്റെ ഒപ്പം അതിന്റെ ഇംഗ്ലീഷ് പറയുക. എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? ഇന്നലെ എന്തു തിരക്കായിരുന്നു, ഇന്ന് കുറച്ച് ആശ്വാസമുണ്ട്, ആശ്വാസം കാണുന്നുണ്ട്. എങ്ങനെ പറയണം? വാട്ട് വാസ് യെസ്റ്റർഡേ റിലീഫ് ടുഡേ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? പക്ഷെ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്, നാളെ ലീവാണ്, എന്നാലും ഞാൻ വരുന്നുണ്ട്. പക്ഷെ ഞാൻ നാളെ ഓഫീസിൽ വരുന്നുണ്ട്. എങ്ങനെ പറയും? ഹാവ് ബാലൻസ് ടുമാറോ ബട്ട് ഐ ആം ടു ദ ഓഫീസ്. ഞാൻ പറയാതിരിക്കും, നിങ്ങൾ എൻ്റെ ഒപ്പം പറയുന്നുണ്ടല്ലോ. യെസ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് എനിക്ക് ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ. മെനി ഡേയ്സ് ഫോർ യു ടു സബ്മിറ്റ് ദ പ്രൊജക്ട്. അപ്പോൾ 3 days 4 days പറയണം. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്? നീ കുറച്ച് കൂടുതൽ നേരം ജോലി ചെയ്താൽ പോരെ. ഇഫ് യു ഡു ഇറ്റ് ഫോർ എ വൈൽ ദാറ്റ്സ് ഇനഫ്. അത് മതി. അപ്പൊ പറയാണ് ബോസ് എനിക്ക് കുറച്ച് ഒരു വർക്കും കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ ബട്ട് ദ ബോസ് മോർ വർക്ക് ടുഡേ ഷുഡ് ബി കംപ്ലീറ്റഡ് ടുഡേ ഈവനിങ്. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണമെന്ന്. വാട്ട് ടു ഡു. നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഡു വൺ തിങ്. ഇപ്പോ കുറച്ചു നേരം നിന്നെ ഞാൻ സഹായിക്കാം. ലെറ്റ് മീ ഹെൽപ്പ് യു ഫോർ എ വൈൽ. അപ്പൊ നിങ്ങൾ ഇന്നും പറഞ്ഞു പഠിച്ചല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. അപ്പോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെയാണ് തോന്നുന്നു, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടു, അവരുടെ കൊച്ചു മക്കള് പോലും ഇതിങ്ങനെ പറഞ്ഞു പഠിക്കുന്നുണ്ട് എന്ന്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോ നിങ്ങളുടെ ഇപ്പൊ +2 കഴിഞ്ഞ് 10 കഴിഞ്ഞൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് കുറേ സമയമുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിക്കാൻ പറയണം കേട്ടോ. അപ്പൊ പറഞ്ഞു പഠിക്കുക. എന്തേ ഉള്ളൂ വഴി? ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ പറയുക മാത്രമേ വഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ വേറെ എന്താണ് വിശേഷം? നമ്മുടെ 15-ാം തീയതി തുടങ്ങുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് ഇനി ഒരു 3, 4, 5 സീറ്റും കൂടെ ബാക്കിയുണ്ട്. 5-6 സീറ്റും കൂടെ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതലാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ മെയ് 15-ാം തീയതി മുതൽ നമ്മുടെ തുടങ്ങുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ചിലോട്ട് കുറച്ച് സീറ്റും കൂടെ, ഒരു 5-6 സീറ്റും കൂടെ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ പുരുഷന്മാരും വരണം. അവരൊത്തിരി ജോലി സാധ്യതകൾ ഇല്ലാതെയായി പോകുന്നുണ്ട് പുരുഷന്മാർക്ക്. അപ്പൊ അവർക്ക് രാത്രിയിലാണ് ക്ലാസ്. അപ്പൊ നമ്മൾ
ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതലാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 ബാച്ചാണ്. താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പീക്കിംഗ് സെക്ഷനുകളുണ്ട്. നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ നിങ്ങൾ പറയുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ സ്പീക്കിംഗ് സെക്ഷൻ. ലൈവ് സെക്ഷനാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്താണ് സന്തോഷത്തോടെ ഇരിക്കുക. ഇപ്പൊ SSLCയുടെ റിസൾട്ട് ഒക്കെ വന്നിട്ട് മക്കൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. നന്നായിട്ട് എനിക്കറിയാം എല്ലാ കുട്ടികൾക്കും മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല സ്കൂളുകളിലൊക്കെ ഇനി +2 അഡ്മിഷൻ കിട്ടട്ടെ. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനിയുള്ള കാലം +2 ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ ശ്രമിക്കട്ടെ. മക്കൾക്കൊക്കെ അങ്ങനെ പഠിക്കാൻ കഴിയട്ടെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.